ഹലോ, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ ചിക്കൻ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന എൻ്റെ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ പെട്ടെന്ന് എൻ്റെ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ചെറിയ ഒരു റെസിപ്പിയും കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ചിക്കൻ കട്ട്ലേറ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ബീഫിലും മട്ടനിലും ഒന്നും കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ചിക്കൻ കട്ട്ലേറ്റാണ്. കാരണം പേഴ്സണലി എനിക്ക് മട്ടനും ബീഫൊന്നും വലിയ താല്പര്യമില്ല. കഴിക്കും, പക്ഷെ വലിയ താല്പര്യമില്ല. എനിക്ക് ചിക്കനാണ് എന്നും ഓൾ ടൈം ഫേവറേറ്റ്. അതുകൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാനെല്ലാം ചിക്കൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു 5 സവോള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു 5 സവോള എടുത്തു. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ചുണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 5 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിയാപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസസ് ആയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, അത്രയും പൊടികൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചില്ലി പൗഡർ എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് ഞാൻ ഓവറാക്കുന്നില്ല. ഓൾറെഡി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെപ്പർ പൗഡർ എല്ലാം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും എരിവ് ഓവറാക്കുന്നില്ല. പിന്നെ ചില്ലി പൗഡർ കട്ട്ലേറ്റിന് വേണ്ട എന്നുള്ളവർ സ്കിപ്പ് ചെയ്തേക്കുക, ഓപ്ഷണലാണ്. പെപ്പർ പൗഡറിൻ്റെ ടേസ്റ്റ് മാത്രം മതി എന്നുള്ളവർ അത് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് എൻ്റെ കുറച്ച് ചിക്കനാണ്. കുരുമുളക് പൊടി ഉപ്പും മാത്രം ഇട്ട് ബോയിൽ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് ബോൺലെസ് ചിക്കനാണിത്. ഒരു ബൗൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് എടുക്കുന്നത് പൊട്ടറ്റോ ആണ്. ഒരു ചെറിയ 3 പൊട്ടറ്റോ 1 വിസിൽ 2 വിസിൽ കേട്ട് ബോയിൽ ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ച് ബോയിൽ ചെയ്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തതാണ്. പിന്നീട് ഞാൻ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ട. അപ്പം 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എക്സ്ട്രാ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ 2 മുട്ടയാണ്. അതിലേക്ക് സാൾട്ടും പെപ്പറും കൂടി ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തതാണ്. പിന്നെ ഒരു ബൗള് ബ്രെഡ് പൊടിച്ചത്, ഒരു 5-6 സ്ലൈസ് ബ്രെഡാണ് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഏറ്റവും ആദ്യം വെളിച്ചെണ്ണയിലേക്ക് സവോള സോട്ട് ചെയ്തു. സവോള ഒന്ന് സോട്ടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്തു. അതിന് ശേഷം കറിവേപ്പില ഇട്ടു. പിന്നെ പൊടികളെല്ലാം ഇട്ടു. അതിന് ശേഷം പിന്നീട് നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് ഇട്ട് വഴറ്റി കൊടുത്തു. അതിന് ശേഷം പൊട്ടറ്റോയും കൂടെ ഇട്ട് നന്നായിട്ട് ഷേപ്പാക്കി ഉരുട്ടി മുട്ടയുടെ ബാറ്ററിലും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ബാറ്ററിലും ഇട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് എടുക്കുക. അതിന് ശേഷം അടിപൊളിയായിട്ട് ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കുക. താങ്ക് യു.